നമസ്കാരം. സ്നേക്ക് മാസ്റ്റർ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. എന്തായാലും സന്തോഷം. ഇന്ന് സ്നേക്ക് മാസ്റ്റർ ടീമിൻ്റെ യാത്ര എത്തി നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലാണെങ്കിൽ എനിക്ക് ഏറ്റവും കൂടുതൽ അതിഥികളെ സമ്മാനിച്ച ഒരു സ്ഥലം. തിരുവനന്തപുരം ജില്ലയിൽ കരമനയ്ക്കടുത്ത് കാലടി എന്ന് പറയുന്ന സ്ഥലത്തിനടുത്ത് കരുമം, ഇടഗ്രാമം, ഇവിടെയൊക്കെ എനിക്ക് തോന്നുന്നു ഞാൻ പോയിട്ടില്ലാത്ത വീടുകൾ കുറവാണ് അതിഥികളെ പിടികൂടാനായിട്ട്. ഒരു ദിവസം 9 കേസൊക്കെ വന്ന് ശ്രീകാര്യത്ത് വന്ന് എടുത്തു പോയ ദിവസങ്ങളുണ്ടായിട്ടുണ്ട് മുൻകാലങ്ങളിൽ. ഇപ്പോഴല്ലേ ഇന്ന് നമ്മളെത്തി നിൽക്കുന്നത് അന്തിവിളക്ക് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇവിടെ എൻ്റെ ഒരു പ്രിയപ്പെട്ട സുഹൃത്തിൻ്റെ വീട്ടിൽ അദ്ദേഹം രാവിലെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ അദ്ദേഹത്തിന് നായ്ക്കളൊക്കെ ഉണ്ട്. അങ്ങനെ നായം കൊണ്ട് പുറത്തേക്ക് ഇറങ്ങിയ സമയത്ത് പെട്ടെന്ന് എന്തോ ഒരു സാധനം കുറച്ച് തടി വെച്ചിട്ട് അതിൻ്റെ ഇടയിലോട്ട് ഇങ്ങനെ ഇഴഞ്ഞ് കയറി, ഇങ്ങനെ ഓടിക്കയറി അതിൻ്റെ തലയിൽ എന്തോ ഒരു സാധനം ഇങ്ങനെ കവർ ചെയ്ത് കിടക്കുന്നു. അപ്പോൾ ഞങ്ങൾക്ക് എന്തായിരുന്നു മരപ്പെട്ടിയാണെന്ന് അദ്ദേഹം പറയും. അപ്പോൾ അതിൻ്റെ തല കൊണ്ട് എന്താ പറയുക കുപ്പിക്കകത്ത് കയറ്റിയിട്ട് അത് പോകാൻ പറ്റാതിരിക്കുന്നു എന്ന് പറഞ്ഞ് അദ്ദേഹം വിളിക്കുകയുണ്ടായി. എന്തായാലും സമയം കളയുന്നില്ല, നമുക്ക് വേണ്ടി അദ്ദേഹം കാത്തു നിൽക്കുകയാണ്. പോകാൻ നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്തിൻ്റെ വീട്ടിലേക്ക് അടുത്തേക്ക് നോക്കാം നമ്മുടെ അതിഥി എങ്ങനെ ഇരിക്കുന്നു. നമസ്കാരം. സുഖമായിരിക്കുന്നല്ലോ അമ്മ? നമസ്കാരം. സുഖമായിരിക്കുന്നോ? ഇതെവിടെയാണ് കണ്ടെന്ന് പറഞ്ഞു? ഇത് ഈ തടിയുടെ അടിയിലാണ്. എൻ്റെ മരപ്പെട്ടി തന്നെ. രാവിലെ അവിടെ കാക്കകളൊക്കെ കൊത്തുന്ന കണ്ടിട്ട് പോയി നോക്കിയതാണ്. അത് ഞാൻ ഓടി ഇതിനകത്ത്. അത് അതിന്റെ ശല്യം കാരണം ഇത് നേരെ ഈ തടിക്കകത്ത് പോയിട്ടില്ല. ആ സമയത്ത് തൊട്ട് ആളുണ്ട്. ഉണ്ട്. പക്ഷെ ഒരു ഈച്ച പറക്കുന്നു, മണിയൻ ഈച്ച പറക്കുന്നു. അപ്പോൾ ഇന്നത്തെ അല്ലേ നോക്കിയൊരു മണി ഇതിനകത്തിനുണ്ടല്ലേ ഈച്ച പറക്കും. ഇതിപ്പോ 1-2 മണിക്കൂറായില്ലേ, അതുകൊണ്ട് അല്ല 1-2 മണിക്കൂറായി ഈച്ച പറക്കത്തില്ല. ഈച്ച പറക്കണമെങ്കിൽ സ്മെല്ലാവണം, പഴുക്കണം. ആ പഴുത്ത് അല്ലെങ്കിൽ നീര് വരണം, എന്നാൽ മാത്രമേ ഈച്ച വരുള്ളൂ. ഇത് കഴുത്ത് രാത്രിയിൽ കുടുങ്ങിയിട്ടുണ്ടായിട്ട് അങ്ങനെ അത് ഇന്നലെ മെനിങ്ങാന്ന് കുടുങ്ങിയതാണല്ലോ കണ്ടിട്ടുള്ള. അങ്ങനെ ഇതെന്താ സാധനം? അവക്കാടയോ? ഓഹോ. ഇതിന്റെ മേളിൽ അപ്പോൾ ധാരാളം ഉണ്ടായിരിക്കുമല്ലോ മരപ്പെട്ടി. 2-3 മരപ്പെട്ടി തൽക്കാലം ഉണ്ട്. ഒന്നും ചെയ്യുന്നില്ല. അതിനകത്ത് കയറാൻ പറ്റത്തില്ല. ടോപ്പിലോ? അല്ല, സീലിംഗിന്റെ അകത്താണ്. ഓ, സീലിംഗ് ആണ്. ഒന്നും ചേട്ടന് രണ്ടാമത് എനിക്ക് ആവശ്യം വരും, ഈ സീലിംഗ് പൊളിക്കും. പുള്ളിക്കാരൻ പറഞ്ഞോ, പുള്ളിക്കാരൻ വേണ്ട. ഇവിടെ മരപ്പെട്ടി ഇഷ്ടം പോലെ ഉണ്ട്, കുഴപ്പമൊന്നുമില്ല. പക്ഷേ അവക്കട എന്ന സാധനത്തിന് കിലോയ്ക്ക് 400 രൂപയുണ്ട്. അതങ്ങനെ തിന്നുകൊണ്ട് പോയാൽ നഷ്ടമല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് മരപ്പെട്ടിയെ പിടിച്ച് ഒഴിവാക്കുന്നത്. ഇതിപ്പോൾ 4-5 വർഷമായി ഇതിനെ ഉപദ്രവിക്കേണ്ടെന്ന് കരുതിയിട്ട്. കാരണം ഭൂമി എന്ന് പറയുന്നത് എല്ലാവർക്കും അവകാശപ്പെട്ട, മനുഷ്യർക്ക് മാത്രമല്ലല്ലോ. അപ്പോൾ ഇതിനെ കണ്ടിട്ട് പോലും ഞാൻ അതിനെ ചേട്ടനെ വിളിക്കുന്നതും ഇതിനെ രക്ഷിക്കാൻ വേണ്ടിയുള്ള ശ്രമത്തിൽ ഏർപ്പെടാനുള്ള കാരണം. അപ്പോൾ എൻ്റെ സന്തോഷം. കാരണം എന്താ പറയുക, അങ്ങനെയുള്ളവർ പറയുന്നുണ്ട്. അങ്ങനെയുള്ള വളരെ കുറച്ച് പേരെങ്കിലും ഉണ്ടല്ലോ. കാരണം ബാക്കിയുള്ളവരൊക്കെ കൊല്ലുക, തിന്നുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അല്ല, ഇവിടെ ചേട്ടന് കണ്ടാൽ മനസ്സിലായി, ചുറ്റുവട്ടൊക്കെ മുഴുവൻ കായലും അതല്ല ഇഷ്ടം പോലെ. ഈ കരയാമ കയറി വരാറുണ്ട്. കരയാമ പണ്ടത്തെ കാലക്കാരല്ല, ഇന്ന് വെളിയിൽ പറയാൻ പാടില്ല. ഇവരെല്ലാം കൊണ്ടുപോയിട്ട് റെഡിയാക്കുന്ന. ഞാൻ അതിനെ എടുത്തിട്ട് കൊണ്ടുപോയിട്ട് ഇവിടെ കായലിലോ അല്ലെങ്കിൽ കുളത്തിലോ കൊണ്ടുവിടാറുണ്ട്. അപ്പോൾ നമ്മൾ എന്തായാലും സമയങ്ങൾ നമുക്കറിയാം. നമ്മുടെ പ്രേക്ഷകർ കുറേ ആയി എൻ്റെ ബാഗ് കണ്ടിട്ടല്ലേ. ബാഗ് വേറെ ഒന്നും കൊണ്ടല്ല, അദ്ദേഹം പറഞ്ഞു അദ്ദേഹം ഇങ്ങനെ കുപ്പിയിൽ അല്ല പ്ലാസ്റ്റിക് ബോട്ടിൽ കുരുങ്ങിയിട്ടുണ്ട്. അപ്പോൾ എനിക്കറിയാം പ്ലാസ്റ്റിക് ബോട്ടിൽ കുരുങ്ങിയിട്ട് നമുക്ക് വെട്ടി വിട്ടേ പറ്റുള്ളൂ, വേറെ ഒരു പരിപാടി നടക്കത്തില്ല. അപ്പോൾ നമുക്ക് എന്തായാലും നോക്കാം. ഇതിനകത്ത് നമുക്കിവിടെ കാണാം ചെറുതായിട്ട് കേട്ടോ. അപ്പോൾ നമ്മളെന്തായാലും സമയം കളയുന്നില്ല, നമുക്കിവിടെ അദ്ദേഹത്തെ കാണാം. ഇതായിരിക്കുന്നു പാവം, ഒരു വലിയ നല്ല മുഴുത്തതാട്ടോ. സാറിന് പണ്ട് കാലത്തേക്കാണെങ്കിൽ ആൾക്കാർ ഇതിനെ അപ്പോഴിതാ നോക്കിതാ. അയ്യോ പാവം. അത് നോക്കുള്ളൂ. അയ്യോ, ഈച്ച ആയി തുടങ്ങി കേട്ടോ. ഈച്ച അയ്യോ പാവം. അങ്ങോട്ട് മാറ്റി വെച്ചിട്ട്
കാരണം നമുക്ക് ഇത് വെട്ടിയെടുക്കേണ്ട ആവശ്യം വരുന്നില്ലെന്ന് എനിക്ക് തോന്നുന്നു. കാരണം നമുക്ക് ചിലപ്പോൾ ഇത് ഊരിയാൽ ചിലപ്പോൾ ഇങ്ങനെ പോരും. ഊരിയെടുക്കുകയാണെങ്കിൽ നമുക്ക് നോക്കാം, നമുക്ക് ശ്രമിച്ച് നോക്കാം. അല്ലെങ്കിൽ നമുക്ക് ചെറിയ ടൈറ്റ് ഉണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നത് പതുക്കെ കുറച്ച് സമയമെടുത്ത് പതുക്കെ ഊരിയെടുത്താൽ മിക്കവാറും ഊരി പോരും തോന്നുന്നു. മിക്കവാറും ഒന്ന് നോക്കാം. നമ്മൾ പെട്ടെന്ന് പേടിപ്പിച്ചെടുത്തു കഴിഞ്ഞാൽ എന്നുവെച്ചാൽ പിന്നെ അവർക്ക് തിരികെ വല്ല കഴുത്തിനുള്ള മുറിവുണ്ട്. ആ പ്ലാസ്റ്റിക് നല്ല കട്ടിയുള്ള പ്ലാസ്റ്റിക്കാണ്. പഴയ നമ്മുടെ ഹോർലിക്സിൻ്റെ ബൂസ്റ്റിൻ്റെ എന്ന കുപ്പിയാണ്. അപ്പോൾ അത് പതുക്കെ ഒന്ന് തണുത്തിട്ടുണ്ട്. അതിൻ്റെ അണയ്ക്കുന്നുണ്ട്. നമുക്കറിയില്ല ഇതിന് ഹാർട്ടിൻ്റെ എണ്ണം കൂടുതലാണ്, 6 പീസ് ഉള്ളതാണ്. അപ്പോൾ നമ്മളത് പതുക്കെ എടുത്തില്ലെങ്കിൽ നല്ല ആരോഗ്യമുള്ളൊരു അതിഥി. നോക്കുക, തലയിൽ നന്നായിട്ട് കുടുങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ എടുത്തില്ലെങ്കിൽ ചിലപ്പോൾ ചെവിയെല്ലാം കൂടെ പറഞ്ഞു പോരും. വേണ്ട, ഈച്ച മുട്ടയിട്ടു. ഈച്ച വന്ന് മുട്ടയിട്ടു. ഇതാണ്ട, ഈച്ച വന്നിട്ട് കേടായില്ല, പക്ഷേ ഈച്ച വന്ന് മുട്ടയിട്ടു. കൃമിയൊന്നും പുഴുവൊന്നും ആയിട്ടില്ല. അപ്പോൾ ഈ ബോട്ടിലിനകത്ത് ഇതിൻ്റെ ശ്വാസം വീണിട്ടേ അതിന് എന്തെങ്കിലും സ്മെല്ല് കാണും. ഇതുണ്ടോ, മുട്ട ഉണ്ടോ? ഇതുണ്ടോ, ഇത് മുട്ടയാണ്. കണ്ടോ, അതാണ് മണീനീച്ച വന്നത്. കണ്ടോ, അതിൻ്റെ സ്മെല്ലാണത്. ഇത് സാർ ഇത് പെണ്ണാണോ ആണാണോ? നോക്കാം, നോക്കിയില്ല, ഇത് നോക്കാം. ഫീമെയിൽ, പെണ്ണ്. ഇതേ പിടിച്ചു വെച്ച് കടിക്കും. നമ്മൾ കൈ കൊണ്ട് പിടിച്ചാലും നമുക്ക് ഇത് കൊള്ളാം. അപ്പോൾ കടിച്ചാൽ പേ ഉണ്ടാവും. അല്ല, പുള്ളിക്കാരൻ എക്സ് മിലിറ്ററിയാണ്. പുള്ളി പറഞ്ഞ പോലെ ഇപ്പം മനുഷ്യന്മാർക്ക് മാത്രമുള്ളതല്ല അല്ലല്ലോ ഭൂമി, എല്ലാവരും വേണമല്ലോ, ഇവരും ജീവിക്കണമല്ലോ. അപ്പോൾ അതുകൊണ്ട് പോട്ടെ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ ഇതിപ്പോൾ എന്തായാലും പുള്ളി പറഞ്ഞു ഇനി മച്ചിൻ്റെ മേളിൽ 3 or 4 ഉണ്ടെന്ന് പറയുന്നു. പക്ഷേ ഇതിപ്പോൾ എനിക്ക് തോന്നുന്നത് ഡെലിവറി കഴിഞ്ഞപ്പോൾ പ്രസവിച്ച് ഇതിൻ്റെ കുഞ്ഞുങ്ങളാണ് മേളിൽ ഉണ്ടെങ്കിൽ ഇത് കുഴുങ്ങിപ്പോയി നമ്മളിതിനെ കൊണ്ടുപോകുന്നത് ഏറ്റവും വലിയൊരു പാവമാണ്. കാരണം കുഞ്ഞുങ്ങൾ മരണപ്പെടുകയുള്ളൂ. പാൽ കുടിക്കേണ്ട ഒരു സാഹചര്യം. അതുപോലെ തള്ളയാണ് ഇതിനെ കൊണ്ടുവരുന്ന ഭക്ഷണം കഴിപ്പിക്കാനായിട്ട് ട്രെയിൻ ചെയ്യുന്നത്. മരത്തിലെ കൊണ്ട് മരത്തിലെ കൊണ്ടുവന്ന് ഓടിക്ക് കൊണ്ട് തീറ്റി കൊടുക്കുന്നതൊക്കെ തള്ളയാണ്. അപ്പോൾ നമ്മൾ ഇത് പ്രസവിച്ചിട്ടുണ്ടെങ്കിൽ, കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ നമ്മൾ കൊണ്ടുപോയി എവിടെയെങ്കിലും വേറെ എവിടെയെങ്കിലും കൊണ്ട് തുറന്നു വിട്ടാൽ അവിടെ ഇത് ജീവിക്കും. പക്ഷേ കുഞ്ഞുങ്ങൾ മരണപ്പെടും. അത് പിന്നെ മച്ചിൻ്റെ മേളിൽ കിടന്ന് നാറി നാറ്റം വെക്കുമ്പോഴേ അറിയുള്ളത് ഇന്നപോലെയാണ് അവിടെ കുഞ്ഞുങ്ങൾ ഉണ്ടായിരുന്നത്. കുറച്ച് ഹാർഡായിരിക്കുന്നു, നമുക്കതിനെ വെട്ടി വിട്ടാലേ പറ്റുള്ളൂ എന്ന് തോന്നുന്നു. വെട്ടുക എന്ന് പറഞ്ഞാൽ അത് ഇത്തിരി അസാധ്യമായൊരു കാര്യമാണ്. അതിനകത്ത് കിടന്നാൽ തന്നെ അത് നമുക്ക് 2 കാര്യം ശ്രദ്ധിക്കണം. ഒന്ന്, ഇതിൻ്റെ ദേഹത്ത് കൊള്ളരുത്, അത് നമ്മൾ ശ്രദ്ധിക്കണം വെട്ടുമ്പോൾ. അത് പ്രത്യേകം നോക്കേണ്ട ഒരു കാര്യമുണ്ട്. കാരണം അറിയാലോ, ഇത് തല മുന്നോട്ട് കയറ്റുന്നതുകൊണ്ടാണ് അത് യഥാർത്ഥത്തിൽ ഊരിപ്പോകാത്തത്. അല്ലെങ്കിൽ ഊരിപ്പോകുന്നതേ ഉള്ളൂ.
വേദന എടുത്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഇരിക്കാം, പക്ഷെ നമുക്ക് വേറെ വഴിയില്ല. മരത്തിൽ കയറുമ്പോൾ നഖം ഇതുപോലെ അമർത്തിയല്ലേ പിടിക്കുന്നത്, ആ പിടിയാണ് അവൻ പിടിച്ചിരിക്കുന്നത്. കുറച്ചൊന്ന് ഫ്രീ ആവട്ടെ, അല്ലെങ്കിൽ നമ്മൾ പെട്ടെന്ന് കാണിച്ചതിന് പെട്ടെന്ന് എന്താ പറയുക, പെട്ടെന്ന് ഇങ്ങനെ ഓവർ സ്ട്രെയിൻ ചെയ്യുമ്പോൾ ചിലപ്പോൾ അറ്റാക്കും ചത്തു പോകും. അത്രയ്ക്ക് ഓവർ സ്ട്രെയിൻ, അത്രയ്ക്ക് ബ്രീത്ത് ചെയ്യണം കേട്ടോ. നമ്മളൊന്ന് ഫ്രീ ആവട്ടെ, ഫ്രീ ആയില്ലെങ്കിൽ നമ്മൾ വെറുതെ നമ്മളൊരു പാവം ചെയ്യണം. എന്തിനാ ചേട്ടൻ എണ്ണ തരാമോ, വെളിച്ചെണ്ണ എന്തെങ്കിലും ലേശം തരാമോ? ചിലപ്പോൾ അത് ഇടുമ്പോഴേ ഒന്ന് ലൂസാവും. ചെറുതായിട്ട് മുറിഞ്ഞിട്ടുണ്ട്, ചെറുതായിട്ട് താനെ ആയിരിക്കണം. ഇന്നലെയൊക്കെ വന്ന് അമർന്നിയായിരിക്കുകയാണ്, ഈച്ച പറഞ്ഞത്. അപ്പോൾ എന്തായാലും നല്ല ഉണ്ട് ലേശം. ഓക്കെ വെളിച്ചെണ്ണ ഒഴിക്കുമ്പോൾ ചിലപ്പോൾ ഒരു ചെറിയ മുറിവിനും ചെറിയൊരു ആച്ചുണ്ട്. അതുകൊണ്ട് നമ്മൾ ഏതെങ്കിലും ഓയിൽ ഇടുമ്പോൾ ചിലപ്പോൾ മുറിവിനുണ്ടാകുന്ന ആ ഒരു ഇതാണ് ഇതിൻ്റെ കുഴപ്പം. കടിച്ചു കഴിഞ്ഞാൽ നമ്മളെ പിടിച്ച് വെച്ച് കടിക്കും, അതാണ് ഇവൻ്റെ ഒരു കുഴപ്പം. അല്ലാതെ വേറെ ഒരു നിവർത്തി കാണില്ല. അതിനകത്ത് എയറിലാ കിടന്നുകൊണ്ട് ഒരു ചെറിയൊരിത്, ആ ചെറിയ ആ എണ്ണ നനഞ്ഞാൽ നമ്മൾ വെളിച്ചെണ്ണയില്ലേ, ആ എണ്ണ നനഞ്ഞിട്ടാണ് ആ ഒരിത് വന്നത് കേട്ടോ. കൊണ്ടുപോകണം, വിടണം. എന്ത് ചെയ്യണം? കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ കുഞ്ഞു മച്ചിനകത്തിനും ചത്തുപോകും. അപ്പോൾ നമുക്കങ്ങ് തൽക്കാലം അല്ല, നമുക്ക് ഇതിനകത്തോട്ട് കൊടുത്താൽ പോരെ. തടിക്കകത്തിനാകുമ്പോൾ പിന്നെ സന്ധ്യയ്ക്ക് കയറിക്കോളും, അതായിരിക്കും നല്ലത്. അതിനങ്ങോട്ട് വിടാം. അപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് നമ്മൾ എന്താ ഇറങ്ങിപ്പോക്കണം. നമ്മൾ പ്രത്യേകിച്ച് പുള്ളിക്ക് നമ്മൾ പ്രത്യേകിച്ച് ബിഗ് സല്യൂട്ട് കൊടുക്കണം. നോക്കിയേ, ഈ ജീവിയെ കണ്ടപ്പോൾ കാക്കരയുന്നുണ്ട്. അപ്പോൾ പുള്ളി പറഞ്ഞതെന്ന് ചെല്ലുന്നാണ്ട് അതിനെ ആ തടിയിലോട്ട് അങ്ങ് വിട്ടുകൊടുത്താൽ മതി, അതങ്ങ് പൊക്കോളുന്നു. അപ്പോൾ നമുക്ക് എന്തായാലും അതിനെ അങ്ങ് വിട്ടുകൊടുക്കാം.
ഇതിൻ്റെ അടിയിലൊരു സ്പേസ് ഉണ്ട്. പുള്ളി അത് രാത്രിയാകുമ്പോൾ ഓപ്പൺ ചെയ്ത് വെച്ച് കൊടുക്കാമെന്ന് പറയുന്നു. രാത്രിയാകുമ്പോൾ ഇപ്പോൾ പകൽ ഓപ്പൺ ചെയ്ത് അറിയാമല്ലോ, ഇപ്പോൾ കാക്കയും മറ്റുമൊക്കെ ശല്യപ്പെടുത്തി അത് വേറെ എങ്ങോട്ടെങ്കിലും ഓടിപ്പോവും. പിന്നെ നായി പിടിച്ചിട്ട് അത് മരിക്കാം. നായ്ക്കളവനെ അറ്റാക്ക് ചെയ്യും, നായ്ക്കളവനെ കൊല്ലും. പ്രിയപ്പെട്ട സുഹൃത്തിൻ്റെ വീട്ടിൽ ബോട്ടിലിനകത്ത് തലകുരുങ്ങിയ മരപ്പട്ടി അതിഥിയെ നമ്മൾ രക്ഷിച്ചു, സേഫാക്കി. എന്തായാലും നമ്മുടെ ഇന്നത്തെ യാത്രാവിശേഷം, മരപ്പട്ടി അതിഥിയുടെ തലയിൽ ബോട്ടിൽ കുരുങ്ങിയ നമ്മൾ സംരക്ഷിച്ച നമ്മുടെ വിശേഷങ്ങൾ, നമ്മുടെ സ്നേക് മാസ്റ്റർ പ്രോഗ്രാമിൻ്റെ വിശേഷങ്ങൾ നമ്മുടെ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. അടുത്ത എപ്പിസോഡിൽ പുതിയ അതിഥികളുമായി, പുതിയ സംഭവങ്ങളുമായി, പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. അതുവരെ എല്ലാ സ്നേക് മാസ്റ്റർ പ്രേക്ഷകർക്കും ഞങ്ങളുടെ നന്ദി. നമസ്തേ.